എവരിവൺ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുകയെന്ന് വിചാരിക്കണോ. നമ്മളോട് ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ഇപ്പം ഇന്ന് ഡേ 1 ആണ് കിർഗിസ്ഥാനിൽ. ഇതിപ്പോൾ നമ്മൾ ബിഷ്കേക്ക് എന്ന് പറഞ്ഞ പ്ലേസിലാണ്. അപ്പോൾ നമ്മൾ എയർപോർട്ട് ബിഷ്കേക്കിലാണ് നമ്മൾ വന്നിറങ്ങിയത്. അപ്പോൾ നമ്മളെ പിക്ക് ചെയ്തിട്ട് നമ്മുടെ ഈ ഹോട്ടലിൽ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മുടെ ഗൈഡായ അൽബാന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നൈറ്റിൽ. ഇപ്പോൾ നമ്മൾ നൈറ്റിൽ ഇവിടെ സ്റ്റേ ചെയ്തതിന് ശേഷം ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നേക്കാണ്. ഇത് ബിഷ്കേക്കിലെ ഒരു ഹോട്ടലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കറാക്കോൾ എന്ന് പറഞ്ഞ ഒരു പ്ലേസിലേക്ക് പോവുകയാണ്. അവിടെയാണ് നമ്മൾ ഇന്നത്തെ സ്റ്റേയും 2 ദിവസം നമ്മൾ അവിടെയാണ് കറാക്കോളിൽ. അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നെതർലാൻഡിലുള്ളൊരു ഫാമിലിയാണ് അവർ. അപ്പോൾ നല്ല അടിപൊളിയൊരു ഗസ്റ്റ് ഹൗസാണത്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം കേട്ടോ. നമുക്ക് നമ്മളെപ്പോഴും പുറത്തൊക്കെ പോകുമ്പോൾ ഹോട്ടലിലാണല്ലോ അങ്ങനെ സ്റ്റേ ചെയ്യുന്നത്. പക്ഷേ ഇതൊരു വേറൊരു തരം എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നല്ലൊരു ഹോംലി അറ്റ്മോസ്ഫിയറും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു സ്റ്റേ. എനിക്ക് നല്ല ഇഷ്ടമായി. ഇച്ചിരി വെറൈറ്റി സ്റ്റേ ആയിരുന്നത്. അതൊക്കെ നമുക്ക് കാണാം കേട്ടോ. ഇതിൽ വരും വീഡിയോസിൽ ഫുള്ള് അതിൻ്റെ ഇതുകളുണ്ട്. ഇതിപ്പോൾ നമ്മൾ നമ്മുടെ ബിഷ്കേക്കിലത്തെ ഹോട്ടലിൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കേട്ടോ. എന്നിട്ട് ഇവിടുന്ന് നമ്മളിനി ബുറാന ടവർ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. പിന്നെ അതിൽ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് ഇന്നത്തെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ കേട്ടോ. ഇതാണ് കേട്ടോ ഞാനെടുത്തേക്കണ ബ്രേക്ക്ഫാസ്റ്റ്. നല്ല യമ്മിയായിരുന്നു. എനിക്ക് ഇങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ രശ്മി. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ റെഡിയൊക്കെ ആയി. ഞങ്ങൾ ജാക്കറ്റൊക്കെ എടുത്ത് കയ്യിൽ പിടിച്ചിട്ടുണ്ട്. തണുപ്പാണെങ്കിൽ എടുത്ത് വയ്ക്കാമെന്ന് അല്ലേ യൂസ് ചെയ്യാമല്ലോ നമുക്ക്. അപ്പോൾ വണ്ടിയിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും അടിയിലേക്ക് എത്തി. അപ്പോൾ ഇതാണ് നമ്മുടെ അൽബാൻ കേട്ടോ. ഇത് അൽബാൻ എന്ന് വെച്ചാൽ നമ്മുടെ ഗൈഡാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിക്ക്. നല്ല സ്പേഷ്യസ് ആയിരുന്നു വണ്ടി. അപ്പോൾ നമുക്ക് നമ്മളുടെ കോട്ട്സും നമ്മുടെ എല്ലാ ബാഗും എല്ലാം നമ്മൾ ബാഗിൽ ഡംപ് ചെയ്ത് എല്ലാവരും ഓരോരോ സീറ്റുകളിലിരുന്നു. ഇഷ്ടം പോലെ സീറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഫ്രണ്ടിലാണ് ഇരുന്നത് വെച്ചാൽ നമുക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാണ് നമ്മുടെ തങ്കു, രശ്മിയുടെ മോളാണ് കേട്ടോ. ഈ ഇത് ഞങ്ങൾ റീലാക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും നമ്മളോട് ആള് ഇവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നു കേട്ടോ. ഞാൻ പക്ഷെ അത് വീഡിയോ എടുക്കാൻ മറന്നു പോയപ്പോൾ
യാത്ര പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ നല്ല അടിപൊളി പോയിൻ്റ് എത്തിയപ്പോൾ വണ്ടിയൊക്കെ നിർത്തി. അപ്പോൾ നമ്മൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ജസ്റ്റ് ഇറങ്ങി. അത് ഞങ്ങൾ റീലൊക്കെ എടുത്തായിരുന്നു കേട്ടോ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അപ്പോൾ തന്നെ കണ്ടില്ലേ, അതാണ് നമ്മുടെ ഡ്രൈവർ കേട്ടോ. ഇതൊരു നല്ലൊരു വ്യൂ പോയിൻ്റാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിട്ട് കുറേ ഫോട്ടോസും വീഡിയോസും റീൽസും ഒക്കെ എടുത്ത് ഞങ്ങൾ അങ്ങനെ കുറച്ചൊരു സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ പിന്നെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. Kyrgyzstan, the people of Kyrgyzstan, they were nomads for many years, so that's why we never developed architecture, because people, they were moving from place to place, changing the place of living, and that's why it was like very practical for them to use like some special type of a dwelling, which is actually yurt. Yurt actually comes, it's a long story short, yurt is a Russian word, okay? But in original language, which is Kyrgyz language, it is called bozuy, which stands for grey house, because the felt which covers the yurt is the grey color, okay? And it is felt made of handmade, let's say, from the wool of the sheep. So and when there is the story behind this, why it is called international yurt, that's there is one theory which I'm inclined to believe, is that when the Russians first came here, they saw a yurt, let's say, and there was a Kyrgyz guy, and the Russian guy was kind of asking, okay, what's that? And the guy was saying, that's yurt of, let's say, Alban, okay, or Aybek or Nurlan. One name. Yurt means the people. So he was referring to the people because it was like a village of like 10 or 15 yurts. And the Russians, they got the idea that the dwelling was actually, the name of the dwelling was yurt. But yurt stands for the people of that place. So he was referring to the dwelling, not dwelling. And from that word it assimilated, because the Russians, they cannot pronounce it like yurt. So they said it yurt, and from that earthquakes a year. ഇതാണ് നമ്മുടെ അൽബാൻ എന്ന് പറഞ്ഞ ഗൈഡ്. അപ്പോൾ ആൾ നമുക്ക് ബുറാന ടവറിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. ഇനി നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പോകണം കേട്ടോ. ഇതാണ് അതിൻ്റെ ഉള്ളിലേക്കുള്ള സ്റ്റെപ്പുകൾ. ഞങ്ങളാരും കയറില്ല കേട്ടോ. ഹസ്ബൻഡ് മാത്രമാണ് അതിൻ്റെ മേലേക്ക് പോയുള്ളൂ. രശ്മി കുറച്ചും പോയായിരുന്നു. ഞങ്ങളവിടെ വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്ത് തന്നു.
ഹസ്ബൻഡ് ഏറ്റവും മേലേക്ക് പോയി. കുറച്ചൊരു റിസ്കി ആയിട്ടുള്ള സംഭവമാണത്. റിസ്കി അല്ല, നമുക്കൊരു ചെറുത അത്രയും ഒരു മേലേക്ക് നമ്മളിങ്ങനെ ഇരുട്ടല്ലേ, ഉള്ളിലൊക്കെ സ്റ്റെപ്പായിട്ട് കണ്ട അതിൽ തന്നെ കൂറുവാനാട്ടോ. ഞാൻ പോയില്ല അതിൻ്റെ ഉള്ളിലേക്ക്. ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പുറത്തുണ്ട്. ഇത് അതിൻ്റെ തൊട്ട് ഇപ്പുറത്തെ പ്ലേസാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആ ടവറിൻ്റെ ഇപ്പുറത്ത് ഒരു കുഞ്ഞി മല പോലെ സാധനമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മേലേക്ക് കയറാൻ വേണ്ടിയിട്ട് അപ്പോൾ കുട്ടികളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം നല്ല അടിപൊളി പ്ലേസാണ്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ബുറാന ടവർ, പിന്നെ ഫുൾ മേഘങ്ങളും മഞ്ഞും നല്ല അടിപൊളി ക്ലൈമറ്റും ആയിരുന്നു. നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ പോലത്തെ ക്ലൈമറ്റും നമ്മുടെ ഫ്രണ്ട്സും എല്ലാവരും കൂടി ആയിട്ട് നല്ല രസമായിരുന്നു ഈ ബുറാന ടവർ കേട്ടോ. ട്രഡീഷണൽ കിർഗിസ്ഥാനികളുടെ ഡ്രസ്സാണ് കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ വീഡിയോ എടുത്തില്ല. അവരെന്തോ ഒരു പ്രോഗ്രാമിന് വന്നേക്കണം അവിടെ. അപ്പോൾ അവരെല്ലാവരും ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഭയങ്കര ഫോട്ടോസ് എടുക്കലൊക്കെ ആയിരുന്നു. ഒരു അപ്പനുണ്ടായിരുന്നു, അതിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു എന്ന്. അപ്പോൾ ഇവരൊക്കെ ആയിട്ട് അങ്ങനെ ഫോട്ടോ എടുത്തിട്ടോ. അങ്ങനെ ഞങ്ങൾ പിന്നെയും യാത്ര തുടങ്ങിട്ടോ. അപ്പോൾ നമ്മൾ ലക്ഷ്യമായിട്ട് പോണത് കരാക്കോൾ എന്ന് പറഞ്ഞ പ്ലേസിലേക്കാണ്. അപ്പം അതിനിടയിൽ കുറേ സ്ഥലങ്ങളിൽ നമ്മൾ നിർത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നമുക്ക് കാണാം. നമ്മളതിന് പോണ വഴിക്ക് നമുക്ക് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഈ റെസ്റ്റോറൻറ്റിലാണ് വന്നത്. നല്ല ഫുഡായിരുന്നു, കുഴപ്പമൊന്നും ഉണ്ടായില്ല. നല്ല ആംബിയൻസും ഒക്കെ ആയിരുന്നു.
അപ്പോൾ നമ്മൾ അവിടെയൊക്കെ ഇറങ്ങി നമ്മൾ സ്നോയൊക്കെ കണ്ട് കുറച്ച് അങ്ങനെ നമ്മൾ അവിടെയൊക്കെ എൻജോയ് ചെയ്തതിന് ശേഷം നമ്മൾ ഡിന്നർ ടൈം ആയിട്ടോ. അപ്പോൾ ഇവരുടെ ട്രഡീഷണൽ അങ്ങനത്തെ ഒരു സംഭവം കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങനത്തെ ഒരു റെസ്റ്റോറൻറ്റിലാണ് വന്നത്. കിർഗിസ്ഥാനി ട്രഡീഷണൽ ഫുഡ് അങ്ങനത്തെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ ഗൈഡിനോട് പറഞ്ഞായിരുന്നു നമ്മൾ അങ്ങനത്തെ ഫുഡ് ട്രൈ ചെയ്യാമെന്ന്. അപ്പം അങ്ങനെ നമ്മൾ ഇവരുടെ അവിടെയാണ്. പക്ഷേ ഇവർക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ആർക്കും അത്ര ഇംഗ്ലീഷ് അറിയാൻ
പാടില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് മെനുവും ഒക്കെ നമുക്ക് നോക്കി, ഞാൻ പറഞ്ഞില്ല തലേ ദിവസം അന്ന് നൈറ്റിൽ വന്നപ്പോഴും അതല്ലോ നമ്മൾക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കാൻ അവർക്ക് അറിയില്ല ഇംഗ്ലീഷ്. അപ്പം അത് കാരണം കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ ഗൈഡ് ഉള്ള കാരണം കൊണ്ട് അന്ന് നൈറ്റിൽ നമ്മൾ ഒറ്റയ്ക്കില്ലായിരുന്നു. അത് കാരണം കൊണ്ട് നമ്മൾക്ക് പക്ഷേ ഇപ്രാവശ്യം ഗൈഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഇതൊക്കെ പറഞ്ഞ് ഓർഡർ ചെയ്തു. പക്ഷേ ഇത്ര ക്വാണ്ടിറ്റി വേണ്ടായിരുന്നു, നമുക്ക് ഫുള്ള് ബാക്കി കിട്ടോ. അങ്ങനെ ടേസ്റ്റൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് ഇത്രയും കഴിക്കാൻ പറ്റില്ല, ഭയങ്കര ക്വാണ്ടിറ്റി ആയിരുന്നു. ശരിക്കും അവരത്രയും കഴിക്കിയിരിക്കും, അതുകൊണ്ടായിരിക്കും അവരങ്ങനെ പറഞ്ഞത്. ഇതാണ് കേട്ടോ നമ്മുടെ ഞാൻ പറഞ്ഞ നെതർലാൻഡ്സിലുള്ള ഫാമിലി നടത്തുന്ന ഗസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ പേര് റിവർ സൈഡ് എന്നാണ് കേട്ടോ ഈ ഗസ്റ്റ് ഹൗസ്. ഇത് നല്ലൊരു ഹോംലി ആയിട്ടുള്ള അടിപൊളി അറ്റ്മോസ്ഫിയറും ഇതാണ്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഉള്ള ഇതിൻ്റെ ഇതിട്ടാ. അപ്പോൾ കയറി നമ്മൾ എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടൊന്നുമില്ല, എന്നിട്ട് സംഭവം ചോദിച്ചു. പക്ഷേ പിന്നെ അതിൻ്റെ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ ഒരു ഡൈനിങ് ടേബിളും സാധാരണ ലിവിങ് റൂമും അങ്ങനെ ആയിട്ട്, അപ്പം അത്ര വലിയ വാവായിട്ട് തോന്നില്ല. അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പുറത്തേക്ക് വന്നപ്പോഴാണ് നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടത് കേട്ടോ. ചില കിച്ചണും നമുക്ക് ഇരിക്കാനുള്ള വേറെ റെസ്റ്റോറൻറ്റ് ഏരിയ പോലെ. ഇതാണ് കിർഗിസ്ഥാൻ്റെ മാപ്പ് കേട്ടോ. അപ്പോൾ ഇത് ലിവിങ് റൂമും ഡൈനിങ് ടേബിളുമാണ്. പക്ഷേ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്ലേസ് എന്ന് പറയുന്നത് ഇതിൻ്റെ അപ്പുറത്താണ്. അയ്യോ അത് ഈ വീഡിയോയിലില്ല, നെക്സ്റ്റ് വീഡിയോയിലാണ് കേട്ടോ. ഇതുകൊണ്ട് രാത്രിയപ്പോഴേക്കും നമ്മൾ ഫുള്ള് കവർ ചെയ്തിരുന്നു, നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഏറ്റവും മുകളിലത്തെ ടോപ്പിലത്തെ റൂമായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. ഇതാണ് രശ്മി ആനന്ദും താമസിച്ചത്. ഞങ്ങൾക്ക് റൂമൊക്കെ അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു, കുഴപ്പമൊന്നുമില്ല. ഇതാണ് കേട്ടോ നമ്മുടെ റൂം. ഭയങ്കര സ്പേഷ്യസ് ആയിരുന്നു, നമ്മൾ ഏറ്റവും മുകളിലായിരുന്നു കേട്ടോ. ഭയങ്കര വലിയ റൂമായിരുന്നു, നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഏറ്റവും മുകളിലായിരുന്നു. പിന്നെ കണ്ട ഇവിടെ രണ്ടുപേർക്കും കിഡ്സിന് എടുക്കാൻ വേണ്ടി 2 ബെഡ്, നമ്മൾക്ക് എടുക്കാൻ വേണ്ടിയൊരു ബെഡ്, പിന്നെ കുറച്ച് സെറ്റുകൾ, അങ്ങനെ നല്ല ലാവിഷായിട്ടുള്ള പ്ലേസ് ആയിരുന്നു. അപ്പോൾ 2 ദിവസം നമ്മൾ ഇന്ന് ഇവിടെ കരാക്കോൾ റിവർ സൈഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ വ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയ്യോ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. മോർണിംഗിൽ എൻ്റെ മകന് ഞാൻ ബാൽക്കണി തുറക്കാൻ പറ്റില്ല വെച്ചാൽ ഭയങ്കര തണുപ്പാണ്. ബാൽക്കണി തുറന്ന വഴി എൻ്റെ ദൈവമേ നമ്മുടെ കാറ്റ് പോകുന്ന പറയില്ല, അതേപോലെ തണുപ്പായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ ചെയ്ത് വന്നതിന് ശേഷം കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ബാൽക്കണി നല്ല ഇതാണ് നമ്മുടെ ടോയ്ലറ്റ് കേട്ടോ. ബാൽക്കണി നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ടോയ്ലറ്റൊക്കെ നോർമൽ, അത്ര വലിയ ഒന്നും പറയാനില്ല, കുഴപ്പമില്ല അങ്ങനെ. പക്ഷെ എനിക്ക് ഇതിൻ്റെ ഉൾഭാഗം നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു, നല്ല സ്പേഷ്യസ് ആയിട്ട് നല്ല ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടായിരുന്നു. 2 ബെഡ് സെപ്പറേറ്റ് കുട്ടികൾക്ക്. ഇതാണ് ബാൽക്കണി കേട്ടോ. അതിപ്പോൾ നൈറ്റായ കാരണം കൊണ്ട് അത്ര അങ്ങോട്ട് നിങ്ങൾക്ക് മനസ്സിലാവാനില്ലായിരിക്കും, പക്ഷേ മോർണിംഗിൽ ഭയങ്കര വ്യൂ ആണ് കേട്ടോ. ബാൽക്കണിയിൽ നിന്ന് കയറി വരുമ്പോഴുള്ള വ്യൂ ആണത്. അപ്പോൾ നമുക്ക് നല്ലോണം അടിപൊളിയായിട്ട് കുട്ടികൾക്ക് കിടക്കാനും ഒക്കെ നല്ല സ്ഥലം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നൈറ്റിൽ ഉറങ്ങാൻ പോവുകയാണ്. ഇനിയുള്ള കാഴ്ചകൾ നമുക്ക് നാളെ കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്.